2 മിനിറ്റിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി നൂഡിൽസ് റെസിപ്പി കണ്ടാലോ? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇൻഡോമിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇപ്പിയോ നമ്മുടെ മാഗിയോ ഒക്കെ എടുക്കാം. ഇതിന് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കണം, നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ഞാനിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ നൂഡിൽസിൽ ഉപ്പുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്ത് നല്ല രീതിയിൽ കുക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മുടെ ആ പാക്കറ്റിൽ തന്നെയുള്ള ചെറിയൊരു മസാല ഉണ്ടാവുമല്ലോ, ആ മസാല നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നമുക്ക് വേണമെങ്കിൽ ഈ സമയം കുറച്ച് ചിക്കൻ മസാലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണ് അത്രയും തന്നെ മതി, ഒത്തിരി ആകണ്ട. ഇനി നമുക്ക് ചിക്കൻ ഫ്ലേവറിലുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. അപ്പം എൻ്റെ ഇത് സാധാ നോർമൽ ഫ്ലേവറിലുള്ളതായിരുന്നു. അതിനുശേഷം ഇതുപോലെ 5 മിനിറ്റ് കുക്ക് ചെയ്ത് നമ്മുടെ ഈ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി ഇൻഡോമി നമ്മുടെ നൂഡിൽസ് നന്നായിട്ട് കുറുകി വരണം. അപ്പോൾ കണ്ടോ, നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത ശേഷം, വെളിച്ചെണ്ണ അല്ല കേട്ടോ, വേറെ ഏതെങ്കിലും ഓയിൽ, പാം ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് പച്ചമുളകും, ഒരു പച്ചമുളകും 2-3 അല്ലി വെളുത്തുള്ളി ഉണ്ടാവുള്ളൂ, അതുകൂടെ ഒന്ന് ക്രഷ് ചെയ്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഒരു 1/2 മുറി ക്യാപ്സിക്കം ഈ രീതിയിൽ അരിഞ്ഞെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അരിഞ്ഞെടുക്കാം കേട്ടോ. ഇനി അതും കൂടെ ഇട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇത് ഒന്ന് ഒത്തിരി അങ്ങോട്ട് ഡ്രൈ ആക്കി എടുക്കണ്ട കേട്ടോ, മൂപ്പിച്ചെടുക്കണ്ട. ഇനി അതിലേക്ക് ഞാനിവിടെ ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇനി മുട്ട ഒരെണ്ണം കൂടെ വേണമെങ്കിൽ, അളവ് കൂടുതൽ വേണമെങ്കിൽ ഒരു മുട്ടയും കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ സമയം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം, നമ്മുടെ മുട്ടയ്ക്ക് ആവശ്യമായത്. ഇനി ഇതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുത്തതിന് ശേഷം ഞാനിവിടെ ടൊമാറ്റോ സോസാണ് ഒഴിച്ച് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയം നിങ്ങൾക്ക് ചില്ലി സോസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സോസുകളൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, സോയ സോസൊക്കെ വേണമെങ്കിൽ. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മാഗി ഉണ്ടല്ലോ, അതും കൂടെ ഇട്ട്, നൂഡിൽസ് അതും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഉടയാതെ, ഒത്തിരി ഉടഞ്ഞൊന്നും പോകാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ 2 മിനിറ്റിൽ ഇത്രയൊക്കെ ചെയ്തെടുക്കാൻ വെറും 2 മിനിറ്റ് മതി കേട്ടോ. പെട്ടെന്നാവും. ആ മാഗി ഒന്ന് വെന്ത് കിട്ടുന്ന സമയം തന്നെ മതി. അപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. ഇനി നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഞാൻ കുറച്ച് ഗാർണിഷൊക്കെ ചെയ്ത് കുറച്ച് സ്പ്രിംഗ് ഒനിയനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.